നമസ്കാരം. ഡിലീസ്റ്റ് വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിക്കായി ഒറ്റക്കെട്ടായി പ്രതിഷേധിച്ച് പ്രതിപക്ഷം. ഗാന്ധി സ്മൃതിയിലേക്ക് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ മാർച്ച്. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് തക്ക ശിക്ഷ നൽകുമെന്നും യുവാക്കളുടെ ക്ഷേമത്തേക്കാൾ വലുതായി ഒന്നുമില്ല എന്നും പ്രധാനമന്ത്രി. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധം. ജന്തർ മന്ദറിൽ സമരത്തിന്റെ സ്വഭാവം മാറിയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട്. സംസ്ഥാന വ്യാപകമായി SFI നടത്തിയ പ്രതിഷേധത്തിൽ പലയിടത്തും സംഘർഷം. പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടയിൽ നിർണായക നീക്കവുമായി അമേരിക്ക. സൗദി അറേബ്യയുമായി സമാധാന ആണവ സഹകരണ കരാറിലും ഉഭയകക്ഷി സുരക്ഷാ കരാറിലും ഒപ്പുവച്ചു. സൗദിയിൽ സിവിലിയൻ ആണവോർജ്ജ പദ്ധതി വികസിപ്പിച്ച US കമ്പനിക്ക് പങ്കാളിത്തം ഉറപ്പാക്കുക ലക്ഷ്യം. പദ്ധതി നടപ്പിലാക്കുക. ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചെന്ന് വിശദീകരണം. ചെങ്കടലിലൂടെ സഞ്ചരിച്ച സൗദി കമ്പനിയുടെ കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി. കപ്പലിന് തകരാർ സംഭവിച്ചുവെങ്കിലും ജീവനക്കാർ സുരക്ഷിതരാണെന്ന് വിശദീകരണം. യമനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന ഹൂതികളുടെ ആരോപണം തള്ളി സൗദി അറേബ്യ. കുവൈറ്റിലെ വടക്കൻ മേഖലയിൽ ഡ്രോൺ ആക്രമണമുണ്ടായതായി പ്രതിരോധ മന്ത്രാലയം. ആളപായമില്ല. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച കേസിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. 3 സർക്കാർ നടപടി DGP നൽകിയ ശുപാർശയിൽ നീക്കം. MR അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ആക്ഷേപങ്ങൾക്കിടയിൽ. കോമൺവെൽത്ത് ഗെയിംസിന് ഗ്ലാസ്ഗോയിൽ തുടക്കം. മത്സരങ്ങൾ നാളെ മുതൽ. ബോക്സിംഗ് റിംഗിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ന് മെഡൽ ഉറപ്പായി. മത്സരരംഗത്ത് 5 പേർ മാത്രമായതിനാൽ നറുക്കെടുപ്പിലൂടെ ലവ്ലിന സെമിയിലേക്ക്. സിംബാബ്വേക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. ചോദ്യപേപ്പർ ചോർച്ചയിൽ കുറ്റക്കാർക്ക് കർശനമായ ശിക്ഷ ഉറപ്പാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ല എന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കുന്നതുവരെ സമരം തുടരുമെന്ന നിലപാടിലാണ് കോക്രോച്ച് ജനതാ പാർട്ടി. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് കോക്രോച്ച് ജനതാ പാർട്ടി പ്രക്ഷോഭം ശക്തമാക്കുമ്പോഴാണ് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയത്. യുവാക്കളുടെ ഭാവിയേക്കാൾ പ്രധാനമായി മറ്റൊന്നുമില്ലെന്നും യുവജനതയുടെ ഭാവി തകർക്കാൻ ശ്രമിക്കുന്നവരെ വെറുതെ വിടില്ലെന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. എന്നാൽ പ്രധാനമന്ത്രിയുടെ പ്രതികരണത്തിലോ അനുനയ ചർച്ചകൾക്കോ വഴങ്ങാതെ പ്രതിഷേധം ശക്തമാക്കുകയാണ് കോക്രോച്ച് ജനതാ പാർട്ടി. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കും വരെ പ്രതിഷേധം തുടരുമെന്ന് അഭിജിത് ദീപ്കെ ഉൾപ്പെടെയുള്ള CJP നേതാക്കൾ വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി JP നദ്ദയുടെ നേതൃത്വത്തിൽ സമരക്കാരുമായി വീണ്ടും ചർച്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും മന്ത്രിമാരുടെ ഓഫീസിലും വസതികളിലും ചർച്ചയ്ക്ക് പോകേണ്ട എന്ന നിലപാടിലാണ് പ്രതിഷേധക്കാർ. അതേസമയം ജന്തർ മന്ദിറിൽ വിദ്യാർത്ഥികൾ ആരംഭിച്ച സമരത്തിന്റെ സ്വഭാവം മാറുന്നതായി ഇന്റലിജൻസ് വിഭാഗം റിപ്പോർട്ട് നൽകി. പ്രതിഷേധങ്ങൾക്കിടെ സുരക്ഷാ ഉദ്യോഗസ്ഥരെ ആസൂത്രിതമായി ആക്രമിച്ച് പ്രശ്നങ്ങളുണ്ടാക്കാൻ ശ്രമിച്ചതായും റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. CJP നടത്തിയ പാർലമെന്റ് മാർച്ചിന്റെ ദൃശ്യങ്ങൾ ഡൽഹി പോലീസ് വിശദമായി പരിശോധിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പോലീസ് വാഹനങ്ങളും ആക്രമിച്ചവരെ തിരിച്ചറിയാൻ ശ്രമിക്കുകയാണെന്നും കലാപശ്രമം ഉൾപ്പെടെ വകുപ്പുകൾ ചുമത്തി FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ഡൽഹി പോലീസ് അറിയിച്ചു. സമരത്തിൽ ചില ക്രിമിനലുകൾ നുഴഞ്ഞുകയറിയിട്ടുണ്ടെന്നും പോലീസ് അതിക്രമത്തിൽ പരിക്കേറ്റ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്താൽ പാർലമെന്റ് സ്ട്രീറ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുമെന്നുമാണ് CJP വ്യക്തമാക്കിയത്. വിദ്യാർത്ഥികളുടെ ന്യായമായ സമരത്തിനപ്പുറത്തേക്ക് ചില ആസൂത്രിത നീക്കങ്ങൾ ഈ സമരത്തിലുണ്ടാകുന്നു എന്ന സംശയം ന്യായമായും ഉയരുകയാണ്. അതിന് ശരിവെക്കുന്ന സംഭവമാണ് കഴിഞ്ഞ ദിവസം രാത്രി സൻസദ് മാർഗിലുണ്ടായത്. ജന്തർ മന്ദിറിലെ സമരവേദിയിൽ നിന്ന് പുറത്തേക്ക് പോവുകയായിരുന്ന ഒരു കൂട്ടം പ്രതിഷേധക്കാർ അവിടെ സുരക്ഷാ ചുമതലയുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ മനഃപൂർവ്വം ആക്രമിച്ചു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. നേരത്തെ പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ നടന്ന സമരം പിന്നീട് 60-ലധികം ആളുകളുടെ ജീവനെടുത്തുകൊണ്ടുള്ള കലാപമായി മാറിയത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതിന് സമാനമായ അട്ടിമറി നീക്കം ജന്തർ മന്ദിറിലെ ഈ സമരത്തിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായി പരിശോധിക്കുന്നുണ്ട്. ജന്തർ മന്ദിറിൽ നിന്നും വിനോദ് കരുവാറ്റയ്ക്കൊപ്പം ജിഷ്ണു കൃഷ്ണൻ, അമൃത ന്യൂസ്. വർഷകാല സമ്മേളനത്തിന്റെ 4ാം ദിനവും പാർലമെന്റ് സമീപിച്ച പ്രതിപക്ഷം നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യാമെന്ന് സർക്കാർ അറിയിച്ചുവെങ്കിലും ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട പ്രതിപക്ഷം പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധിച്ചു. സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറായിട്ടും പ്രതിപക്ഷം ഉപാധികൾ പറഞ്ഞ് ചർച്ചയിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചതിന് ശേഷം മാത്രമേ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്ന് KC വേണുഗോപാൽ പ്രതികരിച്ചു.
പാർലമെന്റ് നടപടികൾ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ ശക്തമായ വാദപ്രതിവാദം ആരംഭിച്ചിരുന്നു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷവും സഭ തടസ്സപ്പെടുത്തുന്ന പ്രതിപക്ഷത്തിനെതിരെ ഭരണപക്ഷാംഗങ്ങളും പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. ഇരുകൂട്ടരും നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. സഭയ്ക്കകത്ത് വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. രാജ്യസഭയും ലോക്സഭയും തുടർച്ചയായി തടസ്സപ്പെട്ടു. പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് പ്രകാരം നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും സഭാ നടപടികളോട് സഹകരിക്കണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും സ്പീക്കറും നിരവധി തവണ അറിയിച്ചു. नीट पेपर लीक को लेकर के इस सदन में और राज्यसभा में हम जिस प्रकार से विपक्ष चाहता है, जिस तारीख को चाहता है, जितना समय चाहिए चर्चा के लिए सरकार तैयार है, हमने आश्वासन दिया. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യമുയർത്തി പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. പരീക്ഷാ ക്രമക്കേടുകളുടെ പൂർണ്ണ ഉത്തരവാദി വിദ്യാഭ്യാസ മന്ത്രിയാണെന്നും മന്ത്രി രാജിവെച്ചതിന് ശേഷം ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യാമെന്നും KC വേണുഗോപാൽ പറഞ്ഞു. We are ready for a discussion after that. Government is not ready for doing all these things. These are all bogus claims completely. What discussion with this minister? Discussion means answer should be given by this minister only. We are asking the resignation of the minister. കക്ഷി നേതാക്കളുമായി ചേംബറിൽ ചർച്ച നടത്തിയ സ്പീക്കർ ഓം ബിർള പാർലമെന്റ് തുടർച്ചയായി തടസ്സപ്പെടുത്തരുതെന്നും സഭാ നടപടികളോട് സഹകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ SFI നടത്തിയ പ്രതിഷേധ മാർച്ചിൽ പലയിടത്തും സംഘർഷം. തിരുവനന്തപുരം ഉൾപ്പെടെ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നിരവധി തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ശരിയായ ആവശ്യമാണെന്നും പ്രധാനമന്ത്രിക്ക് ഉത്തരവാദിത്തത്തിൽ നിന്നും പിന്നോട്ടു പോകാൻ കഴിയില്ല എന്നും ലോക്ഭവന് മുന്നിലെ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തെ ഏറ്റവും വലിയ യുവജന വേട്ടയാണ് കഴിഞ്ഞ ദിവസം ഡൽഹി പോലീസ് നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. BJPക്കെതിരെയുള്ള ഒരു വികാരമായിട്ടടക്കം അത് മാറുകയാണ്. ഇപ്പോൾ പ്രക്ഷോഭകർ ഉന്നയിച്ചിട്ടുള്ളത് തീർത്തും ന്യായമായൊരാവശ്യമാണ്. ആ ആവശ്യം ഇതിനെല്ലാം നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അത് ന്യായമായ ആവശ്യമാണ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ക്രമക്കേടിനെതിരെയും പോലീസ് അതിക്രമത്തിനെതിരെയുമാണ് SFI ഇന്ന് സംസ്ഥാന വ്യാപകമായി പ്രതിഷേധം സംഘടിപ്പിച്ചത്. തിരുവനന്തപുരത്ത് SFI ലോക്ഭവൻ മാർച്ചിൽ സംഘർഷമുണ്ടായി. പോലീസ് 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കൊച്ചിയിലും തൃശൂരും ആലപ്പുഴയിലും മാർച്ചിൽ സംഘർഷമുണ്ടായി. സമരക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും പിരിഞ്ഞു പോകാൻ തൃശൂരിൽ വിദ്യാർത്ഥികൾ തയ്യാറായില്ല. കൊച്ചിയിലെ ജലപീരങ്കി വാഹനം തകരാറിലായതിനാൽ കണ്ണീർ വാതക പ്രയോഗമാണ് പോലീസ് നടത്തിയത്. ബലം പ്രയോഗിച്ച് ബാരിക്കേഡ് ചാടിക്കടന്ന നിരവധി വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് SFI നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പോലീസ് വാഹനത്തിന് മുകളിൽ കയറിയ പ്രവർത്തകരെ ജലപീരങ്കി പ്രയോഗിച്ച് നീക്കം ചെയ്തു. പത്തനംതിട്ടയിൽ റോഡ് ഉപരോധിച്ച വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം അമൃത ന്യൂസ്, കൊച്ചി. ഡൽഹിയിൽ കോക്രോച്ച് പാർട്ടി നടത്തുന്ന പ്രതിഷേധത്തിന് പിന്തുണയുമായി മമ്മൂട്ടിയും മഞ്ജു വാര്യരും രംഗത്ത് വരുന്നു. യുവജനങ്ങളാണ് രാജ്യത്തിൻ്റെ യഥാർത്ഥ സമ്പത്തെന്നും അവരുടെ ശബ്ദം കേൾക്കുകയും അവരെ സംരക്ഷിക്കുകയും ശാക്തീകരിക്കുകയും ചെയ്യണമെന്നാണ് ഫേസ്ബുക്കിൽ മമ്മൂട്ടി കുറിച്ചിരിക്കുന്നത്. മാനുഷികതയാണ് എല്ലാ രാഷ്ട്രീയത്തിനും മുകളിൽ നിൽക്കേണ്ടതെന്ന് മഞ്ജു വാര്യരും പ്രതികരിക്കുന്നു. സൗദി അറേബ്യയുമായി ബില്യൺ കണക്കിന് ഡോളർ മൂല്യമുള്ള ചരിത്രപ്രധാനമായ സിവിലിയൻ ആണവ കരാറിന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഔദ്യോഗികമായി അംഗീകാരം നൽകി. സൗദിയിൽ സമഗ്രമായ സിവിലിയൻ ആണവ പദ്ധതി സ്ഥാപിക്കുവാനും രാജ്യത്തിനുള്ളിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണത്തിന് വഴി തുറക്കാനും വ്യവസ്ഥ ചെയ്യുന്നതാണ് 30 വർഷത്തെ ഈ പങ്കാളിത്ത കരാർ. സൗദിയുടെ ആണവ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിൽ US കമ്പനികൾക്ക് നിർണായക പങ്കുണ്ട്. സൗദി ഊർജ്ജമന്ത്രി അബ്ദുൽ അസീസ് ബിൻ സൽമാൻ രാജകുമാരനും ക്രിസ് റൈറ്റും ഉടൻ തന്നെ കരാറിൽ ഒപ്പുവയ്ക്കും. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തെക്കാൾ ആഭ്യന്തര സമ്പുഷ്ടീകരണത്തിൻ്റെ വാണിജ്യ സാധ്യത പരിശോധിക്കാൻ 2 വർഷത്തെ സൗദി US സംയുക്ത പഠനം നടത്തും. തുടർന്ന് US കമ്പനികൾ സൗദിക്കുള്ളിൽ തന്നെ യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രം നിർമ്മിക്കും. ഊർജ്ജ സ്രോതസ്സുകൾ വൈവിധ്യവൽക്കരിക്കുവാനും ആഭ്യന്തര യുറേനിയം നിക്ഷേപങ്ങൾ പ്രയോജനപ്പെടുത്തി എണ്ണ കയറ്റുമതി വർദ്ധിപ്പിക്കുവാനും സിവിലിയൻ ആണവ പദ്ധതി സഹായകരമാകുമെന്ന് സൗദി വ്യക്തമാക്കി. ആണവ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പദ്ധതി നടപ്പിലാക്കുക. കുവൈറ്റിൻ്റെ വടക്കൻ മേഖലയായ അബ്ദലി അതിർത്തി കവാടത്തിന് നേരെ ഇന്ന് ഉച്ചയോടെ ഡ്രോൺ ആക്രമണമുണ്ടായതായി പ്രതിരോധ മന്ത്രാലയം
ഔദ്യോഗിക വക്താവ് കേണൽ സൗദ് അബ്ദുൽ അസീസ് അൽ അത്വാൻ അറിയിച്ചു. ആക്രമണത്തിൽ ചില നാശനഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ആളപായമോ പരിക്കുകളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സംഭവം നടന്ന ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതർ സ്ഥലത്തെത്തി സുരക്ഷാ നടപടികൾ സ്വീകരിച്ചു. ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളുമായി ഏകോപനം നടത്തി സ്ഥിതിഗതികൾ നിയന്ത്രിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന സൗദി കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള എൻസീലിയ എന്ന കപ്പലിന് നേരെ ആക്രമണമുണ്ടായതായി സൗദി ജനറൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി അറിയിച്ചു. ആക്രമണത്തെ തുടർന്ന് കപ്പലിൻ്റെ മുൻഭാഗത്ത് തീപിടുത്തമുണ്ടായെങ്കിലും കപ്പലിൽ ഉണ്ടായിരുന്ന ജീവനക്കാരെല്ലാം സുരക്ഷിതരാണെന്ന് അതോറിറ്റിയുടെ ഔദ്യോഗിക വക്താവ് വ്യക്തമാക്കി. കപ്പലിൻ്റെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനും സമുദ്ര പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനുമായി ബന്ധപ്പെട്ട അധികൃതർ അടിയന്തര മുൻകരുതലുകളും ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. അതേസമയം യമനികൾക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുന്നുവെന്ന ഹൂതികളുടെ ആരോപണം സൗദി അറേബ്യ തള്ളി. മറ്റു വാർത്തകളിലേക്ക്. ശബരിമല ശ്രീകോവിലിലെ സ്വർണ്ണപ്പാളി മാറ്റിയെന്ന കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിനെയും മുൻ അംഗം A അജികുമാറിനെയും പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷം ഇരുവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. അതേസമയം കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. പ്രതികളെ കോടതി നടപടികൾക്കായി കൊണ്ടുപോയ വാഹനത്തിന് നേരെ യുവമോർച്ച പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചു. ശബരിമല ശ്രീകോവിലിലെ ദ്വാരപാലക ശില്പങ്ങളും സ്വർണ്ണപ്പാളികളും അറ്റകുറ്റപ്പണിക്കെന്ന പേരിൽ ഹൈക്കോടതിയുടെ മുൻകൂർ അനുമതിയില്ലാതെ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറിയെന്ന കേസിലാണ് നടപടി. വിശ്വാസവഞ്ചന, വ്യാജരേഖ ചമയ്ക്കൽ, ഗൂഢാലോചന എന്നിവ ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകളാണ് PS പ്രശാന്ത്, അജികുമാർ എന്നിവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കോടികൾ വിലമതിക്കുന്ന സ്വർണ്ണപ്പാളികൾ നിയമലംഘനം നടത്തി കൈമാറിയെന്നാണ് SIT കണ്ടെത്തൽ. കേസിൽ നേരത്തെ അറസ്റ്റിലായ മുരാരി ബാബു, ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി എന്നിവരിൽ നിന്ന് ലഭിച്ച മൊഴികളും സാമ്പത്തിക ഇടപാടുകളുടെ തെളിവുകളുമാണ് അന്വേഷണം PS പ്രശാന്തിലേക്കും A അജികുമാറിലേക്കും എത്താൻ വഴിയൊരുക്കിയത്. എന്നാൽ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നും നിരപരാധിത്വം തെളിയിച്ച് തിരിച്ചുവരുമെന്നും PS പ്രശാന്ത് പ്രതികരിച്ചു. കൊല്ലം പോലീസ് ക്ലബ്ബിൽ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇരുവരെയും മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തത്. പ്രതികളുമായി കോടതിയിലേക്ക് പോയ വാഹനത്തിനു നേരെ യുവമോർച്ച പ്രവർത്തകർ മുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ചു. കേസിൽ കൂടുതൽ പ്രതികളിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം. അമൃത ന്യൂസ്, കൊല്ലം. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഓരോ ദിവസങ്ങളിൽ ഓരോ അറസ്റ്റ് എന്നല്ലാതെ ഫൈനൽ കുറ്റപത്രം സമർപ്പിക്കാൻ SIT തയ്യാറാകുന്നില്ല എന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. PS പ്രശാന്തിന്റെ കാര്യത്തിൽ ഒരു രാഷ്ട്രീയ പകപോക്കലും ഇല്ല എന്നും K മുരളീധരൻ പ്രതികരിച്ചു. പ്രശാന്തിനെ ആദ്യം ചോദ്യം ചെയ്ത ആരുടെ കാലത്താണ്? ഞങ്ങളുടെ കാലത്തല്ലല്ലോ. പ്രശാന്തിൻ്റെ നേതാവ് മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് ആദ്യം ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇപ്പോഴത്തെ നടപടി എന്ന് പറയുന്നത്. അല്ല, ശബരിമല തന്ത്രി നിയമനത്തിന് 3-അംഗ സമിതി നിയോഗിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. വിദഗ്ധരായ തന്ത്രിമാർ അടങ്ങിയതാണ് സമിതി. ബ്രഹ്മദത്തിന് താന്ത്രിക രംഗത്ത് മികവുണ്ടോ എന്ന് സമിതി പരിശോധിക്കും. ബ്രഹ്മദത്തിനെ തന്ത്രിയായി ചുമതലപ്പെടുത്തുന്നതിൽ സമിതിയുടെ അഭിപ്രായം ഹൈക്കോടതിയെ അറിയിക്കുമെന്നും ബോർഡ് യോഗത്തിന് ശേഷം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K അജയകുമാർ പറഞ്ഞു. തന്ത്രി കണ്ഠര് രാജീവർ തന്ന കത്ത് നമ്മൾ പരിശോധിച്ചു. വീണ്ടും അതിനകത്തൊരു അന്തിമ തീരുമാനം ബോർഡ് എടുക്കുന്നതിന് മുമ്പ് 27-ാം തീയതി കോടതിയിൽ വീണ്ടും പറയണത്. അതുകൊണ്ട് 26-ാം തീയതി അത് തീരുമാനിക്കും. സുരക്ഷയും ക്രമസമാധാനവും കൂടുതൽ ശക്തമാക്കാനും പൊതുജനങ്ങൾക്ക് നൽകുന്ന സേവനങ്ങളുടെ ഗുണനിലവാരം ഉയർത്തുവാനും ലക്ഷ്യമിട്ട് ഷാർജ പോലീസ് 130 പുതിയ പട്രോൾ വാഹനങ്ങൾ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുള്ള വാഹനങ്ങൾ അടിയന്തര സാഹചര്യങ്ങളിൽ വേഗത്തിൽ പ്രതികരിക്കാനും എമിറേറ്റുകളിലുടനീളം പോലീസ് സാന്നിധ്യം കൂടുതൽ ശക്തിപ്പെടുത്തുവാനും സഹായിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. സുരക്ഷാ രംഗത്തെ പുതിയ വെല്ലുവിളികളെ നേരിടാൻ പോലീസ് സേനയെ സാങ്കേതികമായി കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമായിട്ടാണ് വാഹനവ്യൂഹം വിപുലീകരിച്ചതെന്ന് അധികൃതർ അറിയിച്ചു. കുവൈറ്റിൽ ഈ ദിവസങ്ങളിൽ വിഷക്കാറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന കാലാവസ്ഥാ പ്രതിഭാസം അനുഭവപ്പെടുകയാണെന്ന് അൽ ഉജൈരി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു. അതിശക്തമായ ചൂടോടുകൂടി വീശുന്ന വരണ്ട കാറ്റ് അന്തരീക്ഷ താപനില 50 ഡിഗ്രി സെൽഷ്യസോ അതിനു മുകളിലോ വരെയായി ഉയരാൻ ഇടയാക്കും. ഈ സമയങ്ങളിൽ കാഴ്ചപരിധി ഗണ്യമായി കുറയാൻ സാധ്യതയുണ്ട്. വേനൽക്കാലത്ത് ഗൾഫ് മേഖലയിൽ ഉണ്ടാകുന്ന സാധാരണ കാലാവസ്ഥാ പ്രതിഭാസങ്ങളിലൊന്നാണ് ഇതെന്നും അധികൃതർ അറിയിച്ചു. ഈ സാഹചര്യത്തിൽ വാഹനം ഓടിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. കുവൈറ്റിലെ ജലീബ് അൽ ഷുയിബ് പ്രദേശത്ത് വാണിജ്യ വ്യവസായ മന്ത്രാലയം വിവിധ സർക്കാർ ഏജൻസികളുമായി ചേർന്ന് നടത്തിയ സംയുക്ത പരിശോധനയിൽ 227 നിയമലംഘന കേസുകൾ രജിസ്റ്റർ ചെയ്യുകയും 8 സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവിടുകയും ചെയ്തു. വ്യാപാര സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുക എന്നിവ ഉൾപ്പെടെയുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും അധികൃതർ അറിയിച്ചു. രാജ്യാന്തര സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിപണിയിൽ
$600 കോടി മൂല്യമുള്ള സോവറിയൻ ബോണ്ടുകൾ വിജയകരമായി പുറത്തിറക്കിയതായി കുവൈറ്റ് ധനമന്ത്രാലയം അറിയിച്ചു. $300 കോടി 3 വർഷ കാലാവധിയിലും $150 കോടി 5 വർഷത്തെ കാലാവധിയിലും $150 കോടി 10 വർഷത്തെ കാലാവധിയിലുമായി 3 ഘട്ടങ്ങളിലായിട്ടാണ് ബോണ്ടുകൾ പുറത്തിറക്കിയത്. അമേരിക്കൻ ട്രഷറി ബോണ്ടുകളെ അപേക്ഷിച്ച് യഥാക്രമം 70, 75, 85 ബേസിസ് പോയിന്റ് അധിക നിരക്കിലാണ് ഇവയ്ക്ക് വില നിശ്ചയിച്ചതെന്നും നിക്ഷേപകരിൽ നിന്ന് വൻ പ്രതികരണമാണ് ഇതിന് ലഭിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചു. ദീർഘനാളത്തെ നിരീക്ഷണത്തിനൊടുവിൽ അന്തർദേശീയ തട്ടിപ്പ് ശൃംഖലയെ തകർത്തതായി റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. നോർത്ത് അൽ ബദിന ഗവർണറേറ്റിൽ നടത്തിയ സുരക്ഷാ ഓപ്പറേഷനിലൂടെയാണ് സംഘത്തെ പിടികൂടിയത്. ഒമാനെ പ്രവർത്തന കേന്ദ്രമാക്കി വിവിധ തട്ടിപ്പുകൾ നടത്തിയിരുന്ന 5 ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതികളാണ് സുരക്ഷാ സേനയുടെ വലയിലായത്. സ്വകാര്യ വീടുകൾ, വിശ്രമ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ എന്നിവ ഉപയോഗിച്ചായിരുന്നു സംഘം പ്രവർത്തിച്ചിരുന്നത്. 21-ലധികം രാജ്യങ്ങളുടെ കറൻസികളിലായ വൻതുക ഇവരിൽ നിന്നും കണ്ടെത്തി. സംഭവവുമായി ബന്ധപ്പെട്ട അന്വേഷണം തുടരുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പിന്നീട് പുറത്തുവിടുമെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാറിന് സസ്പെൻഷൻ. SIT നൽകിയ റിപ്പോർട്ടിന്മേൽ സസ്പെൻഷൻ ശുപാർശ ചെയ്ത് സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. ADGP-യായി സ്ഥാനക്കയറ്റം ലഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് UDF സർക്കാരിൻ്റെ നിർണായക നടപടി ഉണ്ടായിരിക്കുന്നത്. നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ 1-ാം പ്രതി ഡോക്ടർ AK റാം അറസ്റ്റിൽ. തലശ്ശേരി സെഷൻസ് കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. അറസ്റ്റിന് കോടതി അനുമതി നൽകുന്നതിന് മുമ്പ് തന്നെ ഡോക്ടർ റാം അന്വേഷണ സംഘത്തിന് മുമ്പിൽ ഹാജരായിരുന്നു. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾ നടത്തിയ ഓപ്പറേഷൻ പാർപ്പിടം വിജിലൻസ് പരിശോധനയിൽ വ്യാപക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി വിജിലൻസ് അറിയിച്ചു. 45 ലക്ഷത്തോളം രൂപ ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധമായി കൈപ്പറ്റിയതായിട്ടാണ് കണ്ടെത്തൽ. ഓപ്പറേഷൻ പാർപ്പിടം എന്ന പേരിൽ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ സംസ്ഥാനത്തെ തദ്ദേശ സ്ഥാപനങ്ങളിൽ നടത്തിയ റെയ്ഡിലാണ് കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിവിധ ഇടപാടുകളിൽ ഉദ്യോഗസ്ഥർ 45 ലക്ഷത്തോളം രൂപ അനധികൃതമായി കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. കെട്ടിട നിർമ്മാണ പെർമിറ്റ്, ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ്, അനധികൃത നിർമ്മാണങ്ങൾ എന്നിവയ്ക്ക് ഉദ്യോഗസ്ഥർ വഴിവിട്ട സഹായങ്ങൾ ചെയ്തു നൽകിയതായാണ് കണ്ടെത്തൽ. സംസ്ഥാനത്തെ 6 കോർപ്പറേഷനുകൾ, 30 മുനിസിപ്പാലിറ്റികൾ, 25 പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിൽ ഒരേ സമയമായിരുന്നു റെയ്ഡ്. പല സ്ഥലങ്ങളിലും പരിശോധന അർദ്ധരാത്രി വരെ നീണ്ടു. അനുമതികൾ നൽകുന്നതിനായി കരാറുകാർ, ഏജന്റുമാർ എന്നിവർ മുഖേന ഉദ്യോഗസ്ഥർ 45 ലക്ഷത്തോളം രൂപ കൈപ്പറ്റിയതായാണ് കണ്ടെത്തൽ. കുന്നംകുളം മുനിസിപ്പാലിറ്റി സെക്രട്ടറിയുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഇടനിലക്കാർ വഴി 21.5 ലക്ഷം രൂപ നിക്ഷേപിക്കപ്പെട്ടതായും കണ്ടെത്തി. കൊച്ചി കോർപ്പറേഷൻ ഫോർട്ട് കൊച്ചി സോണൽ ഓഫീസിൽ കരാറുകാരിൽ നിന്നുള്ള ഓൺലൈൻ ഇടപാട് വഴി 12.69 ലക്ഷം രൂപ ഉദ്യോഗസ്ഥർ കൈപ്പറ്റിയിട്ടുണ്ട്. നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ സർവേയറുടെ സ്വകാര്യ വാഹനത്തിൽ നിന്നും കണക്കിൽപ്പെടാത്ത 45,000 രൂപയും കണ്ടെത്തി. നെയ്യാറ്റിൻകര, വർക്കല മുനിസിപ്പാലിറ്റികളിലും ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും ഇത് സംബന്ധിച്ച പരിശോധനകൾ തുടരും. അതേസമയം കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ നടത്തിയ പരിശോധനയ്ക്കെതിരെ ജീവനക്കാർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ അന്തരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് തിരൂർക്കാട്ടെ വീട്ടിലായിരുന്നു അന്ത്യം. 2016 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 5ാമത്തെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തത്. നിലവിൽ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് വൈസ് പ്രസിഡന്റ്, സുന്നി മഹല്ല് ഫെഡറേഷൻ പ്രസിഡന്റ്, സമസ്ത ഫത്വ കമ്മിറ്റി അംഗം, സുന്നി അഫ്കാർ വാരിക ചീഫ് എഡിറ്റർ പദവി വഹിക്കുന്നുണ്ട്. കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാനും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി വൈസ് ചെയർമാനുമായിരുന്നു. തലശ്ശേരി അമൃത വിദ്യാലയത്തിൽ ഗുരുപൂർണിമ ആഘോഷിച്ചു. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി കാർമ്മികത്വം വഹിച്ചു. ചടങ്ങുകൾ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും നവ്യാനുഭവമായി. മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരുപാദ പൂജ, അർച്ചന, സംസ്കൃതി പൂജ, സത്സംഗം, ഭജന, ആരതി എന്നിവ ഭക്തിപൂർവ്വം ആചരിച്ചു. ഗുരുപൂർണിമയുടെ പ്രാധാന്യം, ഗുരുവിന്റെ മഹത്വം എന്നിവയെക്കുറിച്ച് സ്വാമി അമൃത കൃപാനന്ദപുരി സന്ദേശം നൽകി. ഈശ്വരനും ഉപരിയാണ് നാം ഗുരുവിന് സ്ഥാനം നൽകുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ എന്ന് ചൊല്ലുന്നത്. ഗുരു തന്നെയാണ് ബ്രഹ്മാവും വിഷ്ണുവും അതുപോലെ ശിവനും
സാക്ഷാൽ പരമാത്മാവ് തന്നെയാണ് ഗുരു എന്ന് നാം കാണുന്നു. വിദ്യാർത്ഥികളും 100ഓളം രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ഗുരുപാദ പൂജാ ചടങ്ങുകൾ കുട്ടികളുടെ മാതൃപിതൃ ബന്ധങ്ങളെയും ഊഷ്മളമാക്കി. മക്കൾ നമ്മളെ പാത പൂജ കൂട്ടുക, ആ സംസ്കാരം പഠിപ്പിക്കുക എന്ന് തന്നെ പറയുമ്പോൾ നല്ലൊരു കാര്യമല്ലേ. അപ്പോൾ അതൊരു നല്ലൊരു മനസ്സിന് നല്ലൊരു സന്തോഷമാണ്. അമ്മയുടെ ഒരു അനുഗ്രഹം കിട്ടുന്നുണ്ട്. ഏറ്റവും നല്ല കുറേ വാല്യൂസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. അതിന് ഇന്ന് നല്ലൊരു ഒരു സംസ്കൃതി പൂജക്ക് ഒരു സാക്ഷ്യം വഹിക്കാൻ എനിക്കൊരു അവസരം കിട്ടി. നല്ലൊരു സംസ്കാരമാണ് ഇവിടെ, കൾച്ചറാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ഇപ്പോൾ ഉള്ള പല പ്രശ്നങ്ങൾക്കും നല്ല സമൂഹത്തിനെ, യൂത്തിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബേസ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. തലശ്ശേരി അമൃത വിദ്യാലയം സ്കൂൾ പ്രിൻസിപ്പൽ ബ്രഹ്മചാരിണി സമാരാധ്യാമൃത ചൈതന്യ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. പഠന പാഠ്യേതര വിഷയങ്ങൾക്ക് പുറമെ ആത്മീയതയ്ക്കും പ്രാധാന്യം നൽകിയുള്ള പ്രവർത്തനങ്ങൾക്ക് രക്ഷിതാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യതയാണ് ലഭിച്ചത്. അമൃത ന്യൂസ്, കണ്ണൂർ. ഡോക്ടർ APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ജനനി അവാർഡ് 2026 സദ്ഗുരു ശ്രീ മാതാ അമൃതാനന്ദമയി ദേവിക്ക് സമ്മാനിച്ചു. കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പുരസ്കാരം അമ്മയ്ക്ക് സമർപ്പിച്ചു. ജനനി അവാർഡ് 2026 സ്വീകരിച്ചുകൊണ്ട് മാതാ അമൃതാനന്ദമയി ദേവി ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ ആദരപൂർവ്വം അനുസ്മരിച്ചു. രാജ്യത്തെ ശാസ്ത്രരംഗത്ത് ഉന്നതിയിലെത്തിക്കുകയെന്ന ഏക ലക്ഷ്യത്തോടെ പ്രവർത്തിച്ച വ്യക്തിത്വമായിരുന്നു അബ്ദുൽ കലാം എന്ന് അമ്മ പറഞ്ഞു. ഉയരങ്ങൾ കീഴടക്കിയ ശേഷവും അദ്ദേഹത്തിന്റെ എളിമയും എല്ലാവരോടുമുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ വ്യത്യസ്തനാക്കിയത്. അബ്ദുൽ കലാമിന്റെ പേരിൽ ഏർപ്പെടുത്തിയ ജനനി അവാർഡ് 2026 സ്വീകരിക്കാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും ഈ ബഹുമതി താൻ എല്ലാവർക്കും വേണ്ടിയാണ് സ്വീകരിക്കുന്നതെന്നും അമ്മ കൂട്ടിച്ചേർത്തു. ശാസ്ത്രജ്ഞനും ദാർശനികനും ദീർഘദൃഷ്ടിയുള്ളതും കലാകാരനും രാജ്യസ്നേഹിയും എഴുത്തുകാരനും കവിയും എല്ലാമായിരുന്നു. പക്ഷെ ഇതൊന്നുമല്ല അദ്ദേഹത്തെ വ്യത്യസ്തനും അതുല്യനും ആദരപൂർവ്വം സ്മരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ എളിമയും സ്നേഹവുമാണ്. ഇത്ര ഉയരങ്ങളിലെത്തിയെങ്കിലും ഞാൻ ഒന്നുമല്ല എന്നുള്ള മനോഭാവവും വിനയപൂർവ്വമുള്ള ആ സമീപനമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരെ കീഴ്പ്പെടുത്തിയത്. സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും അതിർവരമ്പുകൾക്കപ്പുറമാണ് അമ്മയെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഇന്ന് ലോകത്ത് അമ്മയുടെ സാന്നിധ്യത്തെക്കാൾ മൂല്യമുള്ള മറ്റൊന്നുണ്ടെന്ന് താൻ കരുതുന്നില്ല. മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനായി സ്വന്തം ജീവിതം സമർപ്പിച്ച വ്യക്തിത്വമാണ് അമ്മ. മറ്റുള്ളവർക്കായി സേവനം ചെയ്യുമ്പോഴാണ് മനുഷ്യജന്മം പൂർണ്ണമാകുന്നതെന്ന അമ്മയുടെ സന്ദേശം മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെയും ജീവിത ദർശനമായിരുന്നുവെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. Amma doesn't require any introduction. What is she, how she has developed herself, and what she is doing for the whole humanity doesn't require any introduction. Place, region, religion, people is not the barrier at all. For her, everything is humanity. She knows what is humanity and her life is for humanity. She has placed her whole life for the human beings, not for herself. Life is not for herself. It is for others. And that is the greatness of the great souls. Dr. Kalam's life was same thing. What did he give us? He gave us everything. The science, the space, the astronomy. All that, the person of his greatness, his caliber, was on this earth, was the President of India. ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ ദർശനവും മൂല്യങ്ങളും ആസ്പദമാക്കി AI സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുക്കുന്ന കലാംസ് ഏഞ്ചൽ എന്ന പ്രചോദനാത്മക ചിത്രത്തിന്റെ ഔദ്യോഗിക പോസ്റ്റർ പ്രകാശനവും രാജ്യവ്യാപക വനിതാ ശാക്തീകരണ പ്രസ്ഥാനമായ ജനനി 2026 ഔദ്യോഗിക ഉദ്ഘാടനവും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നിർവഹിച്ചു. APJ അബ്ദുൽ കലാം ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ചെയർപേഴ്സൺ ഡോക്ടർ APJM നസീമ മരക്കാർ, എക്സിക്യൂട്ടീവ് ചെയർമാൻ ഡോക്ടർ ജെറി മാത്യു, ഓർഗനൈസിംഗ് സെക്രട്ടറി ഒളിവിയ സൈറ റൈജു എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. അമൃത ന്യൂസ്, കൊല്ലം. 23ാമത് കോമൺവെൽത്ത് ഗെയിംസിന് ഇന്ന് സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോയിൽ തുടക്കമായി.
ഓഗസ്റ്റ് 2 വരെ നടക്കുന്ന കായിക മാമാങ്കത്തിൽ 74 രാജ്യങ്ങളിൽ നിന്നുള്ള താരങ്ങളാണ് മാറ്റുരയ്ക്കുന്നത്. ചെലവ് ചുരുക്കലിൻ്റെ ഭാഗമായി ഇത്തവണ 10 കായിക ഇനങ്ങളിൽ മാത്രമാണ് മത്സരങ്ങൾ നടക്കുക. 126 അംഗ ഇന്ത്യൻ സംഘമാണ് വിവിധ ഇനങ്ങളിലായി മാറ്റുരയ്ക്കുന്നത്. ഭാരോദ്വഹന താരം മീരാഭായ് ചാനു, ബോക്സർ ലവീന ബോർഗോഹെയ്ൻ, ജാവലിൻ ത്രോ താരം നീരജ് ചോപ്ര എന്നിവർ ഉൾപ്പെടെ വൻ താരനിരയാണ് ഇന്ത്യൻ സംഘത്തിലുള്ളത്. അതോടൊപ്പം തന്നെ കോമൺവെൽത്ത് ഗെയിംസിൻ്റെ മത്സരങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇന്ത്യക്ക് ആദ്യ മെഡൽ ലഭിക്കാനുള്ള സാഹചര്യമാണ്. ബോക്സിംഗ് റിംഗിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒളിമ്പിക്സ് മെഡൽ ജേതാവായ ലവ്ലിന ബോർഗോഹെയ്ൻ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി. മത്സരരംഗത്ത് 5 പേർ മാത്രമായതിനാൽ നറുക്കെടുപ്പിലൂടെയാണ് ലവ്ലിന സെമിയിലേക്ക് കടന്നത്. സിംബാബ്വെക്കെതിരായ ആദ്യ T20യിൽ ഇന്ത്യക്ക് ജയം. ഹരാരെ സ്പോർട്സ് ക്ലബ്ബിൽ നടന്ന മത്സരത്തിൽ 7 വിക്കറ്റിനാണ് സിംബാബ്വെ തോൽപ്പിച്ചത്. 126 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 13.2 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ ലക്ഷ്യം മറികടന്നു. 19 പന്തിൽ 50 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയാണ് ഇന്ത്യയെ വിജയത്തിലേക്ക് നയിച്ചത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തയ്ക്കായി അമൃത ന്യൂസ് യൂട്യൂബ് കാണുക.